നമസ്കാരം. ക്രിക്കറ്റ് ആരാധകർക്കുള്ളതാണ് ഈ വീഡിയോ. 2012 ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് ഓസ്ട്രേലിയയിലെ അഡലേഡിൽ നടക്കുന്നു. ലോക ക്രിക്കറ്റ് കണ്ട ഏറ്റവും മികച്ച ഓൾറൗണ്ടർ സൗത്ത് ആഫ്രിക്കയുടെ ജാക്ക് കാലിസ് ഓസ്ട്രേലിയയുടെ റിക്കി പോണ്ടിങ്ങിനെ ക്ലീൻ ബൗൾഡാക്കുന്ന അതിമനോഹരമായൊരു ബോള്. ക്ലീൻ ബൗൾഡായി എന്ന് മാത്രമല്ല, റിക്കി പോണ്ടിങ് നിരായുധനായി ക്രീസിൽ വീഴുന്ന ഒരു രംഗം കൂടി ഉണ്ടായിട്ടുണ്ട്. ആ കളി കണ്ടവരുണ്ടോ ലൈവായിട്ട്? അതല്ലെങ്കിൽ ഹൈലൈറ്റ്സ്, അതല്ലെങ്കിൽ വീഡിയോ, ഇല്ലെങ്കിൽ അതൊന്ന് കണ്ടോളൂ. റിക്കി പോണ്ടിങ്ങിനെ പോലെ ഒരു താരം ഏതെങ്കിലും ഒരു ബോളുടെ മുന്നിൽ ഇങ്ങനെ ക്ലീൻ ബോൾഡായിട്ട് ക്രീസിൽ വീഴുന്ന രംഗങ്ങൾ ക്രിക്കറ്റ് പ്രേമികൾക്ക് അപൂർവമായിട്ടേ കാണാൻ പറ്റിയിട്ടുണ്ടാവുള്ളൂ. എത്ര മനോഹരമായിട്ടാണ് ജാക്ക് കാലിസ് ആ ബോൾ എറിഞ്ഞത് നോക്കണം. ശരിക്കും ജാക്ക് കാലിസ് ലോക ക്രിക്കറ്റിലെ ഒരു അത്ഭുതം തന്നെയായിരുന്നു. സത്യത്തിൽ അദ്ദേഹത്തിന് ലോക ക്രിക്കറ്റിൽ അർഹിച്ച ആദരവ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതും സംശയമാണ്. ഇതുപോലൊരു ഓൾറൗണ്ടർ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ലോക ക്രിക്കറ്റിൽ ഇനി ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. കാരണം അത്രമാത്രം വലിയ പ്രതിഭയായിരുന്നു ജാക്ക് കാലിസ്. മികച്ച ഫോമിൽ മികച്ച സ്ഥിരതയോടുകൂടി കളിക്കുക, മികച്ച ഫിറ്റ്നസോടുകൂടി കളിക്കുക എന്നുള്ളതാണല്ലോ ഏതൊരു കായിക താരത്തിൻ്റെയും ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. അക്കാര്യത്തിൽ ജാക്ക് കാലിസ് കൂലി തന്നെയായിരുന്നു. രണ്ട് ഫോർമാറ്റിലും 11,000+ റൺ അടിച്ചിട്ടുണ്ട്. ഏകദിനത്തിലും ടെസ്റ്റിലും 10,000-ലധികം റൺസ് അടിച്ചിട്ടുണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റിൽ 45 സെഞ്ചുറിയാണ്, ഏകദിനത്തിൽ 17 സെഞ്ചുറി. ടെസ്റ്റിലെ ബാറ്റിംഗ് ആവറേജ് എന്ന് പറയുന്നത് 55, വൺ ഡേയിൽ 44 ആവറേജിലാണ് കളിച്ചത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ മാത്രം 292 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. വൺ ഡേ ക്രിക്കറ്റിൽ 273 വിക്കറ്റ്. ഇത്തരത്തിൽ പെർഫോം ചെയ്ത ഏതെങ്കിലും ഒരു ഓൾറൗണ്ടർ നമുക്ക് ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റും? അത്രമാത്രം അസാമാന്യ പ്രതിഭ തന്നെയായിരുന്നു ജാക്ക് കാലിസ്. ജാക്ക് കാലിസിനെ പോലെയുള്ളൊരു പ്രതിഭയൊക്കെ ഇനി ലോക ക്രിക്കറ്റിൽ ഉണ്ടാവോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.